ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി കൊച്ചി കോർപ്പറേഷൻ അടച്ചുപൂട്ടിയ കടകൾ വീണ്ടും തുറക്കാൻ ശ്രമം എന്നുള്ള പരാതി അത് ശക്തമായി ഉയരുകയാണ്. ഉന്നത ബന്ധങ്ങളാണ് നടപടിക്ക് പിന്നിലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. റേഷൻ കട സ്ഥിതി ചെയ്ത സ്ഥലത്തായിരുന്നു മത്സ്യമാംസ വിൽപ്പനയ്ക്കായി കടകൾ സ്ഥാപിച്ചത്. മാലിന്യത്തിന്റെ ഒഴുക്ക്, ടാങ്കുകളുടെ അശാസ്ത്ര നിർമ്മാണം, റോഡ് കയ്യേറി കടകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ കൊച്ചി കോർപ്പറേഷന് പരാതി നൽകി. ഫിറ്റ്നസ് നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് കടയുടെ നിർമ്മാണമെന്നും കടയ്ക്ക് ലൈസൻസ് ഇല്ലെന്നും കട പ്രദേശവാസികൾക്ക് ഹാനികരമാണെന്നും നഗരസഭാ ആരോഗ്യ വിഭാഗം കണ്ടെത്തി. തുടർന്ന് കട അടച്ചുപൂട്ടാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ കടകൾ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പോയിന്റ് പറഞ്ഞു, ഇത് ഇവിടെ കണയിലോട്ട് മാലിന്യങ്ങൾ വിടരുത്, പിന്നെ ഞങ്ങൾക്ക് ഈ വഴിയിൽ വാഹന ബ്ലോക്കുകൾ ഉണ്ടാകരുത്. പക്ഷെ അതെല്ലാം പറഞ്ഞ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ശേഷമാണ് ഈ കട തുടങ്ങിയത്. പിന്നീടുള്ള ഇവരുടെ നീക്കങ്ങൾ നമുക്ക് ജനത്തിന് ബുദ്ധിമുട്ടായി. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കടവന്ത്ര KP വള്ളോൺ റോഡിലെ കടകൾ അടച്ചുപൂട്ടിയത്. പൂട്ടിയ കടകൾ വീണ്ടും തുറക്കാനാണ് ശ്രമം. നടപടിക്ക് പിന്നിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉന്നതരുടെ ബന്ധമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വലിയ അഴിമതിയും ഇതിനു പിന്നിലുണ്ടെന്ന് അവർ പറയുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി കോർപ്പറേഷന് കൈമാറിയിട്ടും സംഭവത്തിൽ നഗരസഭ ഇടപെടാത്തത് ഒത്തുകളിയാണെന്ന സംശയവും ഇവർ ഉയർത്തുന്നു. നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ നടപ്പാക്കി കടകൾ നടത്തുക ഒന്ന്. രണ്ടാമത്തെ കാര്യം ഈ പൊല്യൂഷൻ്റെ കാര്യം. ഇവർ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ആവശ്യം. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നഗരസഭ തന്നെ അടച്ചുപൂട്ടിയ കട. ജനങ്ങൾക്ക് ഹാനികരമാകുന്ന സ്ഥാപനങ്ങൾ തുറക്കാൻ ആർക്കാണ് തിടുക്കമെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. YS അഭിനന്ദ്, 24 കൊച്ചി.